ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദിവ്യാംഗർക്ക് സമൂഹത്തിന് ഫലപ്രദമായ സംഭാവനകൾ നൽകാനാകുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ആന്ധ്രാപ്രദേശിൽ നാളെ നടക്കുന്ന യോഗാ ദിന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നത് ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകരിൽ നിന്ന് നേരിട്ടുള്ള സംഭരണം നാഫെഡ് ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനായി നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് മന്ത്രി എ.കെ. ശശീന്ദ്രൻ കേന്ദ്ര വനം മന്ത്രിക്ക് കത്തയച്ചു. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദിവ്യാംഗരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡെറാഡൂണിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് വിഷ്വൽ ഡിസബിലിറ്റീസിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദിവ്യാംഗർക്ക് സമൂഹത്തിന് ഫലപ്രദമായ സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിനിലൂടെ ദിവ്യാംഗരെ ശാക്തീകരിക്കുന്നതിനും സമൂഹത്തിൽ അവരുടെ തുല്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. നേരത്തെ ഡെറാഡൂണിൽ രാഷ്ട്രപതി നികേതനിൽ വിവിധ പദ്ധതികൾക്കും ശ്രീമതി മുർമു തുടക്കം കുറിച്ചു. ബീഹാറിലെ സിവാനിൽ 5,900 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. നഗരവികസനം, മലിനജല സംസ്കരണം, പ്രധാനമന്ത്രി ആവാസ് യോജന, റെയിൽവേ, വൈദ്യുതി മേഖല, റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവുമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. ബീഹാറിലെ PM ആവാസ് യോജന അർബന്റെ 53,000-ലധികം ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. 6,000 കോടിയിലധികം രൂപ ചെലവിൽ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും അദ്ദേഹം നിർവഹിച്ചു. ലോകം മുഴുവൻ ഇന്ത്യയുടെ വികസനത്തെ അഭിനന്ദിക്കുന്നതായും ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി രാജ്യം എങ്ങനെ മാറുന്നുവെന്ന് അവർ കാണുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मैं कल ही विदेश से लौटा हूं. इस दौर में मेरी दुनिया के बड़े बड़े समृद्ध देशों के नेताओं से बात हुई. सारे नेता भारत की तेज प्रगति से बहुत प्रभावित है. वो भारत को दुनिया की तीसरी बड़ी आर्थिक महाशक्ति बनते देख रहे हैं. വൈകുന്നേരം ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിച്ച പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാർ 1 വർഷം പൂർത്തിയാക്കുന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 18,000 കോടിയിലധികം വിലമതിക്കുന്ന വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. കാർഷിക ഉൽപാദന പ്രക്രിയയിൽ ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകരിൽ നിന്ന് നേരിട്ടുള്ള സംഭരണം നാഫെഡ് ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സഹകരണ വർഷത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ദേശീയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മാതൃകയിൽ സർക്കാർ ഇൻഷുറൻസ് കമ്പനി ആരംഭിക്കുമെന്നും രാജ്യത്തുടനീളം 2 ലക്ഷം പുതിയ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ സ്ഥാപിക്കുമെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ കയറ്റുമതി, ജൈവ ആഹാരം, വിത്തുകൾ എന്നീ 3 പ്രധാന മേഖലകളിൽ വലിയ സഹകരണ സ്ഥാപനങ്ങൾ ഉയർന്നുവരുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അനുബന്ധ വ്യവസായങ്ങളിലൂടെ കർഷകരെ പിന്തുണയ്ക്കുന്നതിനും പരിസ്ഥിതി സൌഹൃദ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരവധി പദ്ധതികൾ കേന്ദ്രം അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈയിൽ ദേശീയ സഹകരണ സെമിനാറിൽ പങ്കെടുക്കുകയായിരുന്നു ശ്രീ ചൌഹാൻ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ല ഭാഗമായ ആക്സിയം 4 ബഹിരാകാശ ദൌത്യം വീണ്ടും മാറ്റിവെച്ചു. ജൂൺ 22-ന് വിക്ഷേപണം നടക്കുമെന്നാണ് മുൻപ് അറിയിച്ചിരുന്നത്. ഓർബിറ്റൽ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ വിലയിരുത്തുന്നതിന് കൂടുതൽ സമയം ആവശ്യമായ സാഹചര്യത്തിലാണ് ദൌത്യം മാറ്റിവെച്ചതെന്ന് നാസ അറിയിച്ചു. ദൌത്യസംഘം ഫ്ലോറിഡയിൽ ക്വാറന്റൈനിൽ തുടരുകയാണ്.
കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യ ലോജിസ്റ്റിക് മേഖലയിലെ ചെലവ് ഗണ്യമായി കുറച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. ഈ വർഷം അവസാനത്തോടെ ചെലവ് ഏകദേശം 9% കുറയ്ക്കുമെന്നും ഇത് രാജ്യത്തിന്റെ വികസനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ശ്രീ ഗഡ്കരി ഇക്കാര്യം അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ആന്ധ്രാപ്രദേശിൽ നാളെ നടക്കുന്ന യോഗാദിന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. വിശാഖപട്ടണത്തെ RK ബീച്ചിൽ 5 ലക്ഷം പേർ പ്രധാനമന്ത്രിക്കൊപ്പം യോഗാന്ധ്ര 2025 യോഗാഭ്യാസ പരിപാടികളിൽ പങ്കെടുക്കും. कुछ लोग सोचते हैं योग के लिए फ्लेक्सिबिलिटी चाहिए, लेकिन फ्लेक्सिबिलिटी तो सोच में होनी चाहिए ना कोई बंधन, ना कोई बॉडी टाइप. बचपन हो या 55, व्हील चेयर हो या वर्क फ्रॉम होम, योग सबका हक है. योग जीवन से जब जुड़ता है, एक सहज क्रिया बन जाता है, तो वो प्रतिपल उसका बेनिफिट देता रहता है. आइए इस 21 जून हम सब हिस्सा बने अंतर्राष्ट्रीय योग दिवस का और करें स्ट्रेच एंड चिल योग के साथ. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്കും ഏകാരോഗ്യത്തിനുമായി യോഗ എന്ന പ്രമേയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ നാളെ രാജ്യത്തുടനീളം യോഗ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും കൊച്ചിയിൽ നടക്കുന്ന യോഗാ ദിനാചരണത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മലപ്പുറം കോട്ടയ്ക്കലിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി രാംദാസ് അതാവലെയും പങ്കെടുക്കും. കേരള രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഡൽഹിയിലെ ചുവപ്പ് കോട്ട, കർത്തവ്യപഥ് തുടങ്ങിയ സുപ്രധാന കേന്ദ്രങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. ഇന്ത്യ ഉടൻ തന്നെ ആഗോള നവീകരണത്തിന്റെ കേന്ദ്രമായി മാറുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അടുത്ത 15 വർഷത്തിനകം നൂതനാശയ മേഖലയിൽ ഇന്ത്യ വൻ നിക്ഷേപം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. സബ്സിഡി, ഗ്രാന്റ് എന്നിവയിലൂടെ സർക്കാർ ഇതിനുള്ള പിന്തുണ നൽകുമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. ലണ്ടനിൽ സയൻസ് മ്യൂസിയം ഗ്രൂപ്പ് ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തവെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. India has chosen that over the next 10 to 15 years, we are going to massively invest in our innovation ecosystem. Government will be supporting people through subsidies, through grants, through long tenor funding. And I also believe innovation done in India will happen at a fraction of the cost at which innovation will happen anywhere else in the world. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ശാസ്ത്രം, സാങ്കേതികവിദ്യ, നവീകരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം 8ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. തെക്കൻ ഇസ്രായേലിലെ ബീർഷെബയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ 5-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഇറാനിലെ ടിബീരിയാസ്, കെർമൻഷാ മേഖലകളിലെ മിസൈൽ സംഭരണ വിക്ഷേപണ സൌകര്യങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതിനിടെ ഓസ്ട്രേലിയ, സ്ലൊവാക്യ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങൾ ടെഹ്റാനിലെ എംബസികളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു. നിലവിലെ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ജനീവയിൽ ജർമ്മനി, ഫ്രാൻസ്, UK എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുന്നതിനുള്ള ഓപ്പറേഷൻ സിന്ധു തുടരുകയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ലീഡ്സിലെ യോർക്ക്ഷയർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിൽ ആകെ 5 മത്സരങ്ങളാണ് ഉള്ളത്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനായി 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് വീണ്ടും കത്തയച്ചു. ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങുന്ന വന്യമൃഗങ്ങളുടെയും ആക്രമണം തടയുന്നതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരങ്ങൾക്ക് നിയമപരിമിതികളുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിലാണ് കത്തയച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദിവ്യാംഗർക്ക് സമൂഹത്തിന് ഫലപ്രദമായ സംഭാവനകൾ നൽകാനാകുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ആന്ധ്രാപ്രദേശിൽ നാളെ നടക്കുന്ന യോഗാദിന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നത് ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകരിൽ നിന്ന് നേരിട്ടുള്ള സംഭരണം നാഫെഡ് ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനായി നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ കേന്ദ്ര വനം മന്ത്രിക്ക് കത്തയച്ചു. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗിൽ ഇന്ത്യ മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.